ആ ടെക്നിക്കൽ ടേംസുകളിൽ ഒന്നാമത് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രൊജക്റ്റിൻ്റെ പ്രവൃത്തി സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അനുമതി. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനായിട്ട് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫസ്റ്റ് പറയുന്ന അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ അധികാരികളിൽ നിന്നും പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അല്ലേ. അത് തന്നെയാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ കിട്ടാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രൊജക്റ്റിൻ്റെ ചിലവ് പ്രവൃത്തി സംബന്ധിച്ച കാര്യങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അനുമതി, ആ ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അതിൻ്റെ ഡീറ്റെയിൽസുകൾ. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനായിട്ട് റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അടുത്താണ് ടെക്നിക്കൽ സാങ്ഷൻ. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പായി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ഡിസൈൻ, കാൽക്കുലേഷൻ, പ്രവൃത്തികൾ, നിരക്ക്, കോസ്റ്റ് ഇവ സംബന്ധിച്ച കാര്യങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അതിൻ്റെ പെർമിഷനും അതിൻ്റെ ഓർഡറും അതിന് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മളതിൽ ഉപയോഗിക്കുന്ന ഭാഗമാണ് കണ്ടിജൻസി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കണ്ടിജൻസിയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളതിൻ്റെ കോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന്. അതായത് നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായേക്കാവുന്ന ചിലവുകൾ. ഇതിനായി എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 3% മുതൽ 5% വരെ നമ്മൾ നീക്കി വയ്ക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് കണ്ടിജൻസി എന്ന് നമ്മൾ പറയുന്നത്. വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. താൽക്കാലിക ജോലിക്കാർക്കും മറ്റുമായി അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ലഭ്യമായ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ളതിനാൽ എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 1.5 മുതൽ 2% വരെ നീക്കി വയ്ക്കാറുണ്ട്. ഇതാണ് വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് താൽക്കാലിക ജോലിക്കാർക്കും മറ്റുമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ലഭ്യമായ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു 1.5 മുതൽ 2% വരെ നമ്മളതിന് വേണ്ടി നീക്കി വയ്ക്കാറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ നീക്കി വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വർക്ക് ചാർജ്ഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്താണ് റെക്കോർഡ് ഡ്രോയിങ്സ്. നമുക്കറിയാം നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രോയിങ്ങുകളെയാണ് നമ്മൾ റെക്കോർഡ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്ത ഓർഡിനറി മെഷർമെൻറ്റ് ബുക്ക്, OMB ഓർഡിനറി മെഷർമെൻറ്റ് ബുക്ക്. ചെയ്തു കഴിഞ്ഞ പ്രവൃത്തികൾ, ലഭ്യമായ വസ്തുക്കൾ, മറ്റു സർവീസുകൾ തുടങ്ങിയ മെഷർമെൻറ്റ് ബുക്കിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് കോൺട്രാക്ടർക്കും തൊഴിലാളികൾക്കും പണം നൽകുന്നത്. അപ്പോൾ ഓർഡിനറി മെഷർമെൻറ്റ് ബുക്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വർക്കുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളതിൽ മെഷർമെൻറ്റൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ടാണ് നമ്മൾ ആർക്ക് ഈ തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ കോൺട്രാക്ടർമാർക്കൊക്കെ നമ്മൾ പണം നൽകുന്നത്. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക്. എന്താണ് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക്? SMB എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് OMB ആണ്, ഓർഡിനറി മെഷർമെൻറ്റ് ബുക്കാണ്. എന്താണ് SMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിർമ്മാണ പ്രവൃത്തികൾക്ക് പൂർത്തീകരിച്ച ശേഷമുള്ള കെട്ടിടത്തിൻ്റെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ബുക്ക്. ഈ അളവുകൾക്കനുസരിച്ചാണ് പിന്നീടുണ്ടാകുന്ന പെയിൻറ്റിങ്ങും മറ്റും കണക്കുകൂട്ടലുകൾ നമ്മൾ നടത്തുന്നത്. അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ പറയുക, നിർമ്മാണ പൂർത്തീകരിച്ചതിന് ശേഷം കൊടുക്കുന്ന നമ്മളതിൻ്റെ കെട്ടിടത്തിൻ്റെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്കാണ് എന്ത് പറയുന്നത് SMB എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ബുക്ക് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ടൂൾസ് ആൻഡ് പ്ലാൻസ് പ്രൊവിഷൻ. പ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾക്കും പ്ലാന്റുകൾക്കുമായിട്ട് വകയിരുത്തുന്ന എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 1 മുതൽ 1.5% വരെ ടൂൾസ് ആൻഡ് പ്ലാൻസ് പ്രൊവിഷനാണ്. ഓവർഹെഡ് കോസ്റ്റ്, ഓഫീസ് ചിലവുകൾ, സൂപ്പർവിഷൻ ചാർജ്, വാടക, നികുതി, ഫോൺ, സ്റ്റേഷനറി, പോസ്റ്റേജ്, റിപ്പയർ ഇതിനൊക്കെ വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് നമ്മൾ ഓവർഹെഡ് എന്നാണ് പറയുന്നത്. ഓവർഹെഡ് കോസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ്. അതായത് ഇപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമിഷനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡിസൈനിങ്, പ്ലാനിങ്, സൂപ്പർവിഷൻ ഇവയ്ക്കായിട്ട് എസ്റ്റിമേറ്റ് കോസ്റ്റിൻ്റെ 10 മുതൽ 15% വരെ ചാർജ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്താണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്. അതായത് PWD അല്ലെങ്കിൽ സർക്കാർ തയ്യാറാക്കുന്ന വിവിധ പ്രവൃത്തികളുടെ വിശദ വിവരങ്ങളും നിരക്കുകളും അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് നിരക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതൊരു പെർമനൻറ്റ് ബുക്കല്ല. ഇത് നമുക്ക്
ഓരോ വർഷത്തിലും ഇതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റുകൾക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഇത് ഓരോ വർഷവും നമ്മളിത് പുതുക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 6 മാസത്തിനകം നമ്മൾ ഈ നിരക്ക് ഇവയിൽ 6 മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ നമ്മൾ ഈ റേറ്റ് ഓഫ് ഷെഡ്യൂൾസ് നമുക്ക് മാറ്റം വരുത്താറുണ്ട്. അനാലിസിസ് ഓഫ് റേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് കണക്കാക്കുന്നത്. അനാലിസിസ് ഓഫ് റേറ്റിൽ 10% കോൺട്രാക്ടറുടെ ലാഭവും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. കെട്ടിടങ്ങൾ, റോഡ്, പാലം, കനാൽ തുടങ്ങിയവയുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കാനായിട്ട് ഷെഡ്യൂൾ ഓഫ് റേറ്റ് നമുക്ക് സഹായകമാണ്. അടുത്താണ് അനാലിസിസ് ഓഫ് റേറ്റ്സ്. നിർമ്മാണ വസ്തുക്കൾക്കും തൊഴിലാളികൾക്കുമുള്ള ചെലവുകളും മറ്റെല്ലാ ചെലവുകളും കണക്കിലെടുത്ത് ഒരു പ്രത്യേക പ്രവൃത്തിക്ക് ഒരു യൂണിറ്റിന് വരുന്ന ചെലവ് കണക്കാക്കുന്നതിനെയാണ് അനാലിസിസ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റിൽ വരുന്ന ചെലവ്, അതാണ് നമ്മൾ അനാലിസിസ് ഓഫ് റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. റേറ്റിനോടൊപ്പം 10% കോൺട്രാക്ടറുടെ ലാഭവും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. നിർമ്മാണ വസ്തുക്കൾ സൈറ്റിൽ എത്തിക്കഴിഞ്ഞ ശേഷമുള്ള നിരക്കാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ക്യൂബിക് മീറ്ററിന് അല്ലെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് പ്രവൃത്തിയുടെ റേറ്റിൻ്റെ യൂണിറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നിർമ്മാണ വസ്തുക്കളുടെ പ്രത്യേകത, അളവ്, അതിൻ്റെ റേറ്റ്, പിന്നെ എല്ലാതരം തൊഴിലാളികൾക്കും വരുന്ന ആകെ ചെലവ്, വിവിധ ഉപകരണങ്ങളുടെയും പ്ലാന്റിൻ്റെയും ചെലവ്, പിന്നെ വരുന്ന ഇതിൻ്റെ ലാഭം, ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. റേറ്റ് ഓഫ് അനാലിസിസ് നമ്മൾ തയ്യാറാക്കുന്നത്. അടുത്താണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. എന്താണ് പ്ലിന്ത് ഏരിയ? കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയിലെ നിലം നിരപ്പിലെ വിസ്തീർണമാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അതായത് കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു നിലയിലെ നിലം നിരപ്പിലെ വിസ്തീർണമാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പ്ലിന്ത് ഏരിയ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. പ്ലിന്ത് ഏരിയ കണക്കാക്കുന്നത് പുറം അളവുകൾ എടുത്താണ് പ്ലിന്ത് ഏരിയ കണക്ക് കൂട്ടുന്നത്. മുറ്റം, തുറന്ന സ്ഥലം, ബാൽക്കണി, കാൻഡിലിവർ പ്രൊജക്ഷൻ തുടങ്ങിയവ നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ ഉൾപ്പെടുത്താറില്ല. അതാണ് ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ റെൻ്റൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തികൾക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണമാണ് നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. അതായത് മുറികൾ, വരാന്ത, കോറിഡോറ്, പാസേജുകൾ, സ്റ്റെയർകേസ് മുറി, അടുക്കള, സ്റ്റോറ്, ബാത്റൂം, ലാട്രിൻ എന്നിവിടങ്ങളിലെ നിരത്തിൻ്റെ വിസ്തീർണം പ്ലിന്ത് ഏരിയയിൽ നിന്നും നിരത്തിൻ്റെ വിസ്തീർണമാണ് കണക്കാക്കുന്നത്. അതായത് ഈ പ്ലിന്ത് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡോറിൻ്റെ ഓപ്പണിങ്ങുകളും അതുപോലെ തന്നെ ഭിത്തി, നമ്മുടെ ചുമര് നിൽക്കുന്ന ഏരിയയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്ലോർ ഏരിയ കാണാനായിട്ട് പറ്റും. അടുത്താണ് സർക്കുലേഷൻ ഏരിയ. അതായത് നടക്കാൻ ഉപയോഗിക്കുന്ന വരാന്ത, കോറിഡോറ്, പാസേജുകൾ, എൻട്രൻസ് ഹാള്, സ്റ്റെയർകേസ് മുറി, പോർച്ച്, ബാൽക്കണി, ലിഫ്റ്റ് തുടങ്ങിയവയുടെ ഫ്ലോർ ഏരിയയെ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നു. പിന്നെയാണ് കാർപ്പറ്റ് ഏരിയ. അതായത് ഏതെങ്കിലും ഒരു ഫ്ലോർ ഏരിയയിൽ നിന്നും സർക്കുലേഷൻ ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആദ്യം പറഞ്ഞ ഫ്ലോർ ഏരിയയും കുറച്ച് കഴിഞ്ഞാൽ ഭിത്തികളുടെ ഏരിയ, ബാത്റൂം, അടുക്കള, പാൻട്രി, ലാവൻഡറി, സ്റ്റോറ്, വരാന്ത, കോറിഡോറ്, പാസേജ്, സ്റ്റെയർകേസ്, ലിഫ്റ്റ് റൂം, മേക്കപ്പ് റൂം തുടങ്ങി സ്ഥിരമായി പെരുമാറാത്തവയുടെ വിസ്തീർണം കുറച്ച് കിട്ടുന്ന ഏരിയയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഏരിയ കുറച്ച് കിട്ടുന്ന ഏരിയയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. 50 മുതൽ 65% വരെ നമുക്ക് വീടുകൾ ഏരിയ, അതായത് പ്ലിന്ത് ഏരിയയുടെ 50 മുതൽ 65%, ഓഫീസുകൾക്ക് 60 മുതൽ 70%. അതായത് വീടുകളാണെന്നുണ്ടെങ്കിൽ പ്ലിന്ത് ഏരിയയുടെ 50 മുതൽ 65%, ഓഫീസുകളാണെന്നുണ്ടെങ്കിൽ 60 മുതൽ 70%മാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ കെട്ടിടങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭിത്തികൾ നിൽക്കുന്ന ഏരിയ ഏകദേശം പ്ലിന്ത് ഏരിയയുടെ 10 മുതൽ 15% നമുക്ക് കണക്കാക്കാമെന്നാണ് പറയുന്നത്. പൻശേരിയായിട്ടും അതുപോലെ തന്നെ ഫ്രെയിംഡ് മൾട്ടി സ്റ്റോറേഡ് കെട്ടിടങ്ങൾക്കാണെങ്കിൽ 5 മുതൽ 10% നമ്മൾ എടുക്കാവുന്നതാണെന്ന് പറയുന്നു. പിന്നെ ക്യാപിറ്റൽ കോസ്റ്റ്. എന്താണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രാഥമിക ജോലികൾ, സൂപ്പർവിഷൻ തുടങ്ങി എല്ലാ ചിലവുകളും ചേർത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആകെ ചിലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് നമ്മളോട് പറയുന്നത്. അടുത്താണ് ഡേ വർക്ക് ഷെഡ്യൂളിൽ പെടാത്തതും കൃത്യമായ അളവുകളെടുത്ത് ചിലവ് നിശ്ചയിക്കാൻ പറ്റാത്തതുമായ പ്രവൃത്തികളെയാണ് നമ്മൾ ഡേ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത്, അതായത് എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് മരവും വേരുകളൊക്കെ മുറിച്ച് മാറ്റുക, അങ്ങനെയുള്ള എക്സ്ട്രാ ജോലികളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ കെട്ടിടത്തിൽ ആർക്കിടെക്ചർ വർക്കുകൾ നടത്തുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വർക്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡേ വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനിൽ നിർമ്മാണ വസ്തുക്കളുടെ ഗുണങ്ങൾ, അതുപോലെ തന്നെ മോട്ടാറിൻ്റെ റേഷ്യോ, പ്രവൃത്തിയുടെ രീതി, ഇവയെല്ലാം വിശദമായിട്ട് നമ്മൾ ചേർത്തിരിക്കണം. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഐറ്റംസ്, അതായത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പെർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഐറ്റം എഴുതുമ്പോൾ ആ ഐറ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടി നമ്മൾ എഴുതണം. അതായത് ഇപ്പോൾ മോട്ടാർ ആണെങ്കിൽ അത് എത്ര റേഷ്യോയിൽ ഉപയോഗിക്കുന്നു, എത്ര തിക്നെസ്സിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടി നമ്മളതിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ജനറൽ അല്ലെങ്കിൽ ബ്രീഫ് സ്പെസിഫിക്കേഷൻ. ഫൗണ്ടേഷൻ, സൂപ്പർസ്ട്രക്ചർ ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള ചുരുക്കം ചില കാര്യങ്ങൾ, മോർട്ടാറിൻ്റെ അനുപാതം തുടങ്ങിയവയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ പറഞ്ഞാൽ ബ്രിക്ക് വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. ബ്രിക്ക് വർക്കിൻ്റെ സ്പെസിഫിക്കേഷനിൽ എന്തൊക്കെ വരണം എന്നുള്ളതാണ് അവർ അതിൽ പറയുന്നത്. അതായത് ഇഷ്ടികയുടെ ഗുണങ്ങൾ വരണം, അതുപോലെ തന്നെ സോക്കിങ്, പിന്നെ മോട്ടാർ, അതിനുപയോഗിക്കുന്ന മോട്ടാർ, വർക്ക്മാൻഷിപ്പ്, അളവ്, സ്കഫോൾഡിങ്, ഇതെല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പം അതിനെ എങ്ങനെ ചെയ്യുന്ന രീതിയാണ് നമ്മളിതിൽ എഴുതിയിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കുക അതെങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾ ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ ആ ബ്രിക്കിന് നമ്മൾ കറക്റ്റായിട്ടുള്ള നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ബ്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതായത് എന്താ പറയുക, പൊട്ടാത്തത്, അതായത് മൂലകളൊക്കെ പൊട്ടാത്തത്, അതുപോലെ തന്നെ നല്ല ടേബിൾ മൗണ്ടഡ് ആയിട്ടുള്ള, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രിക്കിൽ ടേബിൾ മൗണ്ടഡ് ബ്രിക്കുകൾ. അപ്പോൾ ടേബിൾ മൗണ്ടഡിൽ ചെയ്തിട്ടുള്ള നല്ല രീതിയിലേക്ക് ഇല്ലാണ്ട് ബേൺ ചെയ്തെടുത്തിട്ടുള്ള നല്ല ബ്രിക്കുകൾ വേണം നമ്മളത് ഉപയോഗിക്കാൻ. ഒരേപോലെ സൈസ് ഷേപ്പ് ഒക്കെ വരുന്ന, യൂണിഫോം സൈസിലും ഷേപ്പിലൊക്കെ വരുന്ന ബ്രിക്കുകൾ വേണം നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ, നല്ല ബ്രിക്കിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അനുസരിച്ച് നമ്മളതിനെ എന്താ പറയുക, അത്തരത്തിലുള്ള ബ്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ പറയുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ഇയറിൽ ബ്രിക്കിൻ്റെ ചാപ്റ്ററിൽ. അതായത് രണ്ട് ബ്രിക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് നല്ലൊരു മുഴക്കം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ ഭാരത്തിൻ്റെ 1/5 കൂടുതൽ ജലം അത് വലിച്ചെടുക്കാനായിട്ട് പാടില്ല. അതിൻ്റെ ക്രഷിങ് സ്ട്രെങ്ത്ത് 10.5 Nm/mm² ആയിരിക്കണം. അതുപോലെ തന്നെ ഇഷ്ടിക ഉപയോഗിക്കുന്നതിന് 12 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം. പിന്നെ മോട്ടാർ സിമെൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:6 എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മണൽ ഉപയോഗിക്കാം. മണൽ എന്താ പറയുക, സിമെൻറ്റൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഒരു സമയത്ത് ഒരു ചാക്ക് എന്ന നിലയിൽ ശുദ്ധജലത്തിൽ തയ്യാറാക്കുന്ന മോട്ടാർ തയ്യാറാക്കിയ ശേഷം 1/2 മണിക്കൂറിനകം അത് ഉപയോഗിച്ച് തീർക്കണം. പിന്നെ പൊട്ടിയ ഇഷ്ടികളൊക്കെ ആണെങ്കിൽ നമ്മളത് ക്ലോസറിൽ മാത്രം ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതിൻ്റെ കോർണറുകളൊക്കെ നല്ല കൃത്യമായിരിക്കണം. മോട്ടാറിൻ്റെ കനം 10 മില്ലിമീറ്ററിൽ കൂടരുത്. ഫേസ് വർക്കിൽ ഉപയോഗിക്കുന്ന ഇഷ്ടികൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തവയായിരിക്കണം. മുകളിലത്തെ വരിയിലൊഴികെ എല്ലാം ഫ്രോഗ് മുകളിലായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കണം. ഒരു സമയത്ത് 1 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ ബ്രിക്ക് വർക്ക് ചെയ്യരുത്. കുറഞ്ഞത് 15 ദിവസം നനച്ചു കൊടുക്കണം. നീളവും ഉയരവും അളന്നിരിക്കണം. ഭിത്തിയുടെ കനം 1 ഇഷ്ടിക, 1.5 ഇഷ്ടിക, 2 ഇഷ്ടിക എന്നിങ്ങനെ. അതായത് നമ്മൾ പറയില്ലേ 1 ബ്രിക്ക് വാള്, 1.5 ബ്രിക്ക് വാള്, 2 ബ്രിക്ക് വാൾ എന്ന് പറഞ്ഞില്ലേ, അതാണ്. എന്നിങ്ങനെയാണ് നമ്മൾ അതിൻ്റെ തിക്നെസ് നമ്മൾ കൊടുക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾക്കായി ബലമുള്ള
സ്കഫോൾഡിങ്ങും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് ഒരു മീറ്റർ വരെ കഴിഞ്ഞു, പിന്നെ അതിന് മുകളിലേക്ക് 3 മീറ്റർ ഹൈറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്ന് പണിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബലമുള്ള സ്കഫോൾഡിങ്ങും നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് ലാസ്റ്റ് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ സ്കഫോൾഡിങ്ങും കൂടി വന്നിട്ടുള്ളത്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ടെമ്പററി സ്ട്രക്ചറാണ്, താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ടെമ്പററി സ്ട്രക്ചറാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് സിമൻറ്റ് കോൺക്രീറ്റ് സ്പെസിഫിക്കേഷൻ. സിമൻറ്റ് കോൺക്രീറ്റ് മിശ്രിതത്തിലെ വസ്തുക്കളെല്ലാം അഴിച്ചെടുത്തതും വൃത്തിയുള്ളതും സാന്ദ്രത, ബലം, ഗുണം, ഈടുനിൽപ്പ് ഇവ കൂടിയതും മോർട്ടാറുമായി ചേരുന്നതും ആയിരിക്കണം. എൻ്റെ കോൺക്രീറ്റിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോൺ ബല്ലാസ്റ്റ്, അതായത് നമ്മുടെ മെറ്റൽ 20 mm സൈസ് ആയിരിക്കണം. പിന്നെ കടൽപ്പുഴി ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ISI സ്പെസിഫിക്കേഷനിലുള്ള സിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻസിൽ സ്ട്രെസ്സും ഉണ്ടായിരിക്കണം. ചേർക്കുന്ന ജലം കുടിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിൽ ശുദ്ധമായിരിക്കണം. നമ്മൾ ആ വെള്ളം ഈ വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കോൺക്രീറ്റ് ആയാലും മോർട്ടാർ ആയാലും നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലെ ശുദ്ധമായിരിക്കണം. അതിൽ ആസിഡ്, ആൽക്കലി, മറ്റു മാലിന്യങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ അതിൻ്റെ റേഷ്യോകളൊക്കെ പറയുന്നുണ്ട്. 1:2:4 റേഷ്യോ പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മളത് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അങ്ങനെ 7 ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് ഇതിൽ പറയുന്നുണ്ട്. ഒരു 1:2:4 റേഷ്യോയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് 7 ദിവസങ്ങൾ കൊണ്ട് 140 kg/സ്ക്വയർ സെൻറ്റിമീറ്റർ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവുമെന്നാണ് നമുക്ക് അതിന് പറയുന്നത്. അതായത് 140 kg/സ്ക്വയർ സെൻറ്റിമീറ്റർ കംപ്രസീവ് സ്ട്രെങ്ത് അതിന് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ 1:2:4 ആണ് പറഞ്ഞത്. നമ്മളെപ്പോഴും 1:2:4 അല്ല, അതല്ലാത്ത റേഷ്യോ നമ്മൾ കോൺക്രീറ്റിനെ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ പർപ്പസ് അനുസരിച്ചിട്ട്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന രീതിയാണ് പറയുന്നത്. ഒരു പെട്ടിക്കണക്ക് വെച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. സ്റ്റോൺ അഗ്രിഗേറ്റിൻ്റെ വ്യാപ്തം, അതായത് മെറ്റൽ നമ്മൾ പെട്ടി കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. സിമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ 50 കിലോ ഒരു ചാക്ക് സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോ എന്നാണ് നമുക്കറിയാം അല്ലേ. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ചാക്ക് സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കിലോ എന്നാണുള്ളത്. അപ്പോൾ അത് ക്യൂബിക് മീറ്ററിൽ പറയുമ്പോൾ 1/30 ക്യൂബിക് മീറ്ററും ക്യൂബിക് ഫീറ്റിൽ പറയുമ്പോൾ 1.2 ക്യൂബിക് ഫീറ്റും ആണ് പറയുന്നത്. ഇത് 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതായത് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ബാഗ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോ ആണ്. അതിനെ നമ്മൾ സിമെൻറ്റിൻ്റെ വ്യാപ്തി നമ്മൾ ക്യൂബിക് മീറ്ററിൽ പറയുമ്പോൾ 1/30 ക്യൂബിക് മീറ്ററും അതുപോലെ 1.2 ക്യൂബിക് ഫീറ്റുമാണ് പറയുന്നത്. അതായത് 30x30x38 സെൻറ്റിമീറ്റർ അതിൻ്റെ സൈസാണ് പറയുന്നത്. പെട്ടിയുടെ സൈസാണ് പറയുന്നത് കേട്ടോ. 35x35x28 ഈ സൈസ് പെട്ടി ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ അളവാണെന്ന് പറയുന്നത്. ഏത് 30x30x38 അല്ലെങ്കിൽ 35x35x28 എന്ന് പറയുന്ന സൈസുള്ള ഒരു പെട്ടി എന്ന് പറയുന്നത് ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ അളവാണെന്നാണ് പറയുന്നത്. കുറഞ്ഞ അളവിലുള്ള മിശ്രിതം കൈകൊണ്ടും കൂടിയ അളവ് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കൈകൊണ്ട് കലർത്താൻ സിമെൻറ്റ് തേച്ച പ്രതലമോ ഇരുമ്പ് ഷീറ്റോ ട്രേയോ നമുക്ക് ഉപയോഗിക്കാം. 1:2:4 അനുപാതത്തിലുള്ള കോൺക്രീറ്റിനെ ആദ്യം 2 പെട്ടി മണലും ഒരു ചാക്ക് സിമെൻറ്റും നന്നായിട്ട് കലർത്തുക. 1:2:4 എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, ഒരു ചട്ടി സിമെൻറ്റ്, 2 ചട്ടി മണൽ, 4 ചട്ടി മെറ്റൽ, ഇങ്ങനെയാണ് നമ്മളതിൻ്റെ റേഷ്യോ നമ്മൾ എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഡ്രൈ അവസ്ഥയിൽ നമ്മൾ ആദ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ചാക്ക് സിമെൻറ്റിന് 25 മുതൽ 30 ലിറ്റർ വരെ വെള്ളം നമുക്ക് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഒരു ചാക്ക് സിമെൻറ്റിന് 25 മുതൽ 30 ലിറ്റർ വെള്ളം വരെ നമുക്ക് ആവശ്യമാണ്. കോൺക്രീറ്റ് മിക്സർ യന്ത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ 1:2:4 അനുപാതത്തിലുള്ള കോൺക്രീറ്റ് നിർമ്മാണത്തിന് ആദ്യം 4 പെട്ടി സ്റ്റോൺ ബല്ലാസ്റ്റും അതിനുശേഷം മണൽ, അതിനുശേഷം ഒരു ചാക്ക് സിമെൻറ്റ് ഇടും.
അതിനുശേഷമാണ് നമ്മൾ ഈ കോൺക്രീറ്റ് മിക്സറിലിട്ടിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളതിനെ കളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു ചാക്ക് സിമെൻറ്റിന് 25 മുതൽ 30 ലിറ്റർ വരെ ജലം ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ 1.5 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെയാണ് നമ്മൾ ഈ മെഷീൻ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഈ കോൺക്രീറ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. കോൺക്രീറ്റ് ഉറച്ച 2 മണിക്കൂറിന് ശേഷം നനഞ്ഞ ചാക്കോ പൂഴിയോ ഇട്ടിട്ട് നമ്മൾ മൂടി 24 മണിക്കൂർ നമ്മളതിനെ നനച്ചിടണം എന്നാണ് പറയുന്നത്. ഈ കോൺക്രീറ്റിനെ മേൽക്കൂര പരന്നതാണെങ്കിൽ ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മണ്ണ് വെച്ച് ഇങ്ങനെ കെട്ടും അല്ലേ. മണ്ണ് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കെട്ടി നിർത്തണം. മിനിമം 15 ദിവസം വെള്ളം കെട്ടി നിർത്തണം എന്നാണ് പറയുന്നത്. ബാഷ്പീകരണം തടയാനായി ചിലപ്പോൾ വാട്ടർ പ്രൂഫ് പേപ്പർ കൊണ്ട് നമ്മൾ മൂടി വെക്കാറുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അതായത് സിമെൻറ്റ് മണലും മെറ്റലും കൂടി മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളോടിപ്പോൾ പറഞ്ഞത്. അതിന് റേഷ്യോ എടുക്കേണ്ട രീതി, അതുപോലെ തന്നെ അത് അതിനുപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്, അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എത്ര ദിവസം 15 ദിവസം നനച്ചു കൊടുക്കണം. വെള്ളം കോൺക്രീറ്റ് ഉറച്ചു കഴിഞ്ഞാലും നമ്മളതിൽ നനഞ്ഞ ചാക്ക് ഇട്ടിട്ട് എപ്പോഴും ആ ഒരു ഈർപ്പത്തിൻ്റെ ഇത് നമ്മൾ അതിന് കൊടുക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പരന്നതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ചുറ്റും മണ്ണ് വെച്ച് കെട്ടിയിട്ട് അതിൽ വെള്ളം കെട്ടി നിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. പിന്നെ പറയുന്നതാണ് റീഎൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്പെസിഫിക്കേഷൻ. ഉപയോഗിക്കുന്ന മൈൽഡ് സ്റ്റീൽ നിർമ്മിത റീഎൻഫോഴ്സിങ് ബാർ തുരുമ്പില്ലാത്തതും ഓയിൽ, ഗ്രീസ്, പെയിൻറ്റ് ഇവ പുരണ്ടിട്ടില്ലാത്തതും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വെള്ളം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്താ പറയുക, ഓയിൽ, ഗ്രീസ്, പെയിൻറ്റ് ഇതൊക്കെ ഇല്ലാത്തത് ഉപയോഗിക്കണം. അതുപോലെ ചിതറിപ്പോകാതെ വളയ്ക്കാൻ പറ്റുന്നതായിരിക്കണം. 20 SWG അനിയൽ സ്റ്റീൽ വയർ ഉപയോഗിച്ചിട്ടാണ് ബാറുകൾ നമ്മൾ കെട്ടുന്നത്. നമ്മൾ കെട്ടുകമ്പി എന്ന് പറയുന്ന സാധനം 40 മില്ലിമീറ്റർ കൂടിയ ബാറുകൾ ചുട്ട് പഴിപ്പിച്ച് വായുവിൽ തണുപ്പിച്ച ശേഷമാണ് വളയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. 40 മില്ലിമീറ്ററിൽ കൂടിയതാണെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിൽ ചുട്ട് പഴിപ്പിച്ച ശേഷമാണ് വളയ്ക്കുന്നതെന്ന്. ബാർ കൂട്ടി യോജിപ്പിക്കുന്നത് കഴിയുന്നത്ര കുറയ്ക്കേണ്ടതാണ്. വ്യാസം കൂടിയ ബാറുകൾ വെൽഡ് ചെയ്താണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സെൻറ്ററിങ്ങും ഷട്ടറിങ്ങും ഒക്കെ ചെയ്യുന്നത് ടിമ്പർ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. ഷട്ടറിങ്ങിൽ കോൺക്രീറ്റ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്പം ഓയിൽ പുരട്ടുകയോ പേപ്പർ വിരിക്കുകയോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിങ്ങും ഷട്ടറിങ്ങും നീക്കം ചെയ്യുന്നത് RCC കോളം RCC കോളാണെങ്കിൽ 4 ദിവസങ്ങൾക്ക് ശേഷവും, റൂഫ് സ്ലാബ് ആണെങ്കിൽ 10 ദിവസങ്ങൾക്ക് ശേഷവും, ബീം ആണെങ്കിൽ 14 ദിവസങ്ങൾക്ക് ശേഷവുമാണ് നമ്മളതിൻ്റെ ഈ ഒരു ഷട്ടറിങ് ഒക്കെ നമ്മൾ നീക്കം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ അനുപാതം സ്ലാബുകൾക്കും ബീമുകൾക്കും ലിൻഡലുകൾക്കും 1:2:4 കോളത്തിന് 1:1.5:3 നമ്മൾ കൊടുക്കുന്നത്. സ്ലാബുകൾക്കും ബീമുകൾക്കും ലിൻഡലുകൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 1:2:4. കോളമാണെന്നുണ്ടെങ്കിൽ 1:1.5:3 കുറച്ചും കൂടി റിച്ച് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കോൺക്രീറ്റിന് ആവശ്യമായ വസ്തുക്കൾ മുൻപേജിൽ സിമെൻറ്റ് കോൺക്രീറ്റ് പറഞ്ഞത് തന്നെ. സ്റ്റോൺ അഗ്രിഗേറ്റ് 20 mm മുതൽ 6 mm വരെ കോൺക്രീറ്റ് മിക്സിങ് സിമെൻറ്റ് കോൺക്രീറ്റ് പറഞ്ഞ രീതിയിൽ മുമ്പ് നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. കോൺക്രീറ്റ് മിശ്രിതം കലർത്തി കഴിഞ്ഞ് 20 മിനിറ്റിനകം നമ്മൾ നിറച്ചിരിക്കണം. കോൺക്രീറ്റ് മിശ്രിതം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 20 മിനിറ്റിനകം നമ്മളതിനെ ഇതാക്കിയിരിക്കണം. ശൈത്യകാലത്ത് ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണെങ്കിൽ കോൺക്രീറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ഇളക്കി വായു അറകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ അതിന് നല്ല രീതിയിൽ നമ്മൾ വൈബ്രേറ്ററൊക്കെ കൊടുക്കാറുണ്ടല്ലേ, വൈബ്രേറ്റിംഗ് മെഷീൻ കൊടുക്കാറുണ്ട്. മിശ്രിതം ജലം കലർത്തി 30 മിനിറ്റുകൾക്കുള്ളിലാണ് കോമ്പാക്റ്റിംഗ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് ഉറച്ച് 2 മണിക്കൂറിന് ശേഷം നനഞ്ഞ ചാക്കോ പൂഴിയോ മൂടി 24 മണിക്കൂർ നനച്ചിടണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം ചുറ്റും 3 ഇഞ്ച് തുടർച്ചയായിട്ട് 15 ദിവസം നമ്മൾ വെള്ളം നനച്ച് കൊടുക്കണം. അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ. അതുപോലെ തന്നെ കോൺക്രീറ്റ് പ്രതലം ഫിനിഷ് ചെയ്യണമെങ്കിൽ സെൻറ്ററിങ് നീക്കം ചെയ്ത ശേഷം 1:3 സിമെൻറ്റ് 1:3 എന്ന റേഷ്യോയിൽ 6 mm കനത്തിൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമ്മളോട് RCC സിമെൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്
RC സിമെൻറ്റ് കോൺക്രീറ്റ് സ്പെസിഫിക്കേഷനിൽ നമ്മളോട് പറയുന്നത്. അടുത്തത് പ്ലാസ്റ്ററിങ് സ്പെസിഫിക്കേഷനാണ്. പ്ലാസ്റ്ററിങ്ങിന് മുമ്പ് ബ്രിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബ്രിക്ക് ജോയിൻറ്റുകൾ 18 മില്ലിമീറ്റർ ആഴത്തിൽ ചുരണ്ടിയെടുത്ത ശേഷം ബ്രിക്കിൻ്റെ ജോയിൻറ്റുകൾ പ്രതലം കഴുകി 2 ദിവസം നനച്ചിടണം. ആവശ്യമായ അനുപാതത്തിൽ മോട്ടാർ മിശ്രിതം, അതായത് നമ്മുടെ റേഷ്യോ എത്രയാണ്, 1:6 ആണെങ്കിൽ 6 കലർത്തിയ ശേഷം സാവധാനം കുറേശ്ശെയായിട്ട് ജലം ചേർത്ത് നന്നായിട്ട് കലർത്തണം. സാധാരണയായി 12 mm ആണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ് നമ്മൾ കൊടുക്കുന്നത്. സ്പെസിഫിക്കേഷൻ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ അത് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. ചിലപ്പോൾ 2 മീറ്റർ ഇടവിട്ടിട്ട് 10 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നു. പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള രീതികൾ. പിന്നെ അതിന് കൊടുക്കുന്ന റേഷ്യോ സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സിമെൻറ്റ് മണൽ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ 1:3, 1:4, 1:6, 1:6 വരെ പറയുന്നുണ്ട്. സിമെൻറ്റ് ലൈം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിമെൻറ്റും ലൈമും മണലും കൂടിയാണെന്നുണ്ടെങ്കിൽ 1:1:6 ആണ് അതിൻ്റെ റേഷ്യോ പറയുന്നത്. ഇനി സീലിംഗ് പ്ലാസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിൽ 1:3 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ റേഷ്യോ പറയുന്നത്. പിന്നെ വുഡ് വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. മരം ശരിയായി സീസൺ ചെയ്തതും കേടുപാടുകൾ ഇല്ലാത്തതുമായിരിക്കണം. നമ്മൾ സീസണിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. സീസണിങ് നടത്തിയ വുഡായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. പണിത്തരങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തതും ജോയിൻറ്റുകൾ വൃത്തിയായി ഉറപ്പിച്ചതുമായിരിക്കണം. മേസണറി അല്ലെങ്കിൽ കോൺക്രീറ്റുമായി ബന്ധപ്പെടുന്ന മരഭാഗത്ത് സോളിഗ്നം അല്ലെങ്കിൽ ടാറ് പുരട്ടി സംരക്ഷിക്കേണ്ടതാണ്. സോളിഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ആണ്. നമ്മൾ വാർണിഷൊക്കെ പോലെ വുഡിന് ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആണ്. മരഭാഗങ്ങൾ തീയുണ്ടാകുന്ന സ്ഥലത്ത് നിന്നും 60 സെൻറ്റിമീറ്റർ അകലെ ആയിരിക്കണം. മരപ്പണികൾക്ക് ക്യൂബിക് ഫീറ്റ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലാണ് നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് റേറ്റ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ വാതിൽ, ജനൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഡോർ, വിൻഡോ. ഉപയോഗിക്കുന്ന മരം ശരിയായി സീസൺ ചെയ്തതും കേടുപാടുകളില്ലാത്തതും ആവശ്യത്തിനനുസരിച്ച് തേക്ക്, അതുപോലെ സാൽ, ദേവദാരു ഇവയിൽ ഏതെങ്കിലും ആയിരിക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരങ്ങൾ. പണിത്തരങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തതും ജോയിൻറ്റുകൾ വൃത്തിയായി പശയിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചതുമായിരിക്കണം. പിന്നെ അതിൻ്റെ ജോയിൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജോയിൻറ്റുകളൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്തതായിരിക്കണം. ഇത് തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഷട്ടറുകൾ കൊടുക്കുമ്പോഴും അതിൻ്റെ തിക്നെസ് പറയുന്നുണ്ട്. 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ അതിൻ്റെ തിക്നെസ് വരുന്നുണ്ട്. ഷട്ടറിൻ്റെ കനം പറയുന്നുണ്ട്. പിന്നെ 6 ഇഞ്ചിൽ കൂടുതൽ വീതിയുള്ള റെയിലിന് ഡബിൾ ടെനം കൊടുക്കുന്നുണ്ട്. മോർട്ടീസ് ആൻഡ് ടിനൻ ജോയിൻറ്റുകൾ നമ്മൾ കാർപ്പൻട്രി ജോയിൻറ്റ്സ് നമ്മളതായത് നമ്മളൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്ന സിസ്റ്റം ഇല്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ പെൻഡ്രൈവൊക്കെ കുത്തുന്ന ആ ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ മോർട്ടീസ് ടിനൻ ജോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കനം, തിക്നെസ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 6 ഇഞ്ചിൽ കൂടുതൽ വീതിയുള്ള റെയിലിന് ഡബിൾ ടെനം നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ടെനം അതെങ്ങനെയാണെന്ന് പറയുന്നത്, പലകയുടെ കനത്തിൻ്റെ 1/4 ഭാഗത്തിൽ കൂടരുതെന്ന്. പിന്നെ ഗ്ലേസ്ഡ് വിൻഡോ സാഷ് ബാർ ആണെങ്കിൽ 40 mm × 40 mm മീറ്ററിൽ കുറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ നമ്മൾ ബ്രിക്കൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ.